എന്റെ പൊന്നുമക്കളെ, കടിച്ചുകുടയും ചാപ്പകുത്തൽ വരും, അവസരങ്ങൾ ആവിയാകും, പിന്തുണകൾ നഷ്ടപ്പെടും, സാധ്യതകൾ മങ്ങും, അകത്തും പുറത്തും ഒറ്റപ്പെടും. കൂട്ടങ്ങളിലും ഗോത്രങ്ങളിലും നിൽക്കുന്നവർ നിങ്ങളെ നോക്കി ചിരികൂട്ടും. കൂടെ ആരുമില്ലാത്തപ്പോഴും കുറ്റപ്പെടുത്താൻ എല്ലാവരും ഉണ്ടാകും. കാരണം നിങ്ങൾ സംസാരിക്കുന്നത് എല്ലാവരും ഭയക്കുന്ന കലർപ്പില്ലാത്ത ഫാസിസത്തിനെതിരെയാണ്. മതവിശ്വാസികൾ പോലും അതിന്റെ ഇരകളാണ്. വിമർശകരെ പോലും ആരാധകരാക്കി മാറ്റുന്ന രൗദ്രത ഫാസിസത്തിന്റെ കൂടപ്പിറപ്പാകുന്നു. അതുകൊണ്ട് തന്നെ മതവിമർശനം സമകാലിക സമൂഹത്തിലെ ഏറ്റവും സാഹസികമായ രാഷ്ട്രീയ പ്രവർത്തനമായി മാറുന്നു. ഈ ഡിറ്റൻഷൻ സെന്റർ എന്ന് പറയുമ്പോൾ നമ്മൾ അത്ര അപ്സെറ്റ് ആവേണ്ട കാര്യമൊന്നുമില്ല. ഡിറ്റൻഷൻ സെന്റർ എന്ന് പറഞ്ഞാൽ ജയിലല്ല യഥാർത്ഥത്തിൽ അത്. അതായത് ഒരു ഇല്ലീഗൽ മൈഗ്രന്റ് വന്നു കഴിഞ്ഞാൽ അയാളെ ഡീറ്റെയിൻ ആൻഡ് ഡീപോർട്ട് എന്നുള്ളത്, അയാളെ കരുതൽ, അയാളുടെ സ്വാതന്ത്ര്യം തടഞ്ഞു വെക്കണം. അയാൾ എന്തിനാ വന്നത് നമുക്കറിയില്ല, അയാളുടെ രേഖയില്ല. സ്റ്റോപ്പ് ഹിം, അങ്ങനെ മൂവ് ചെയ്യാൻ സമ്മതിക്കാതിരിക്കുക. അപ്പൊ അയാളെ കൊണ്ടുവന്നൊരു താവളത്തിൽ പാർപ്പിക്കുക. ഇപ്പൊ ടിപ്പു സുൽത്താന്റെ കഥയാണെങ്കിലും മലബാർ ലഹളയാണെങ്കിലും ഇവിടെ നിലനിരുന്ന അടിമ വ്യാപാരമാണേലും ജാതി വിവേചനത്തിന്റെ ക്രൂരതകളാണേലും ഒരു സമൂഹത്തിന്റെ ആത്മവിശ്വാസത്തെയും ഐക്യത്തെയും നശിപ്പിക്കുന്ന രീതിയിൽ ചരിത്രം കുത്തിയിളക്കി വിടുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. സവർക്കർ അന്ധവിശ്വാസങ്ങളെ അനാചാരങ്ങളെയൊക്കെ എതിർത്ത വ്യക്തിയാണ്. കാസ്റ്റ് സിസ്റ്റത്തെ എതിർത്ത വ്യക്തിയാണ്. ഗോഡ്സെ അങ്ങനെ തന്നെ. ഗോഡ്സെ ഗാന്ധിജിയെ കൊന്നതിന് ശേഷം കോടതിയിൽ ട്രയൽ കോർട്ടിൽ സമർപ്പിക്കുന്ന അഫിഡാവിറ്റിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റിൽ തുടങ്ങുന്നത് തന്നെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും കാരണമായിട്ടുള്ള കാസ്റ്റ് സിസ്റ്റം, അതിനെതിരെ താൻ നടത്തിയ പോരാട്ടങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ആദ്യത്തെ ഖണ്ഡിക നിങ്ങൾ വായിച്ചു നോക്കുക. ഗോഡ്സെ ഒരു അവിവാഹിതനായിരുന്നു, ബ്രാഹ്മണനായിരുന്നു. ചിത് ഭവൻ എന്ന് പറയുന്നത്, ചിത്ത് എന്ന് പറഞ്ഞാൽ മനസ്സ്, പവൻ എന്ന് പറഞ്ഞാൽ പവനമായ എന്നല്ലേ, മനസ്സ് വളരെ ശുദ്ധമായതെന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. പിന്നിലേക്ക് വെച്ചുകൊണ്ട് കൊലമരത്തിലേക്ക് നടന്നെടുക്കുന്ന ഗോഡ്സെയും ആപ്തയും, മുന്നിൽ നടക്കുന്നത് ഗോഡ്സെയാണ്. അപ്പോ അന്ന് ഗോഡ്സെ വിളിച്ച മുദ്രാവാക്യം അഖണ്ഡ ഭാരത്, അഖണ്ഡ ഭാരത് എന്ന് വിളിച്ചുകൊണ്ടാണ്. കുറെ കഴിയുമ്പോൾ അവസാനം എടുക്കുമ്പോൾ ശബ്ദം ഇടറുകയും ചോക്ക് ചെയ്യുകയും ചെയ്യും. സ്വാഭാവികമായി അതിനിപ്പോ എന്തെല്ലാം പൊളിറ്റിക്കൽ ഐഡിയോളജി ഉണ്ടായാലും ഒരു മനുഷ്യൻ മരണത്തെ മുന്നിൽ കാണുമ്പോൾ പതറുക എന്നൊക്കെ പറയുന്ന ഒരു സാമാന്യ